ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ മുത്തശ്ശി, ഇതൊന്ന് കഴുത്തിലൂടെ കേട്ടി തരട്ടുന്നു. അയ്യോ പൊന്നുമോളെ, കത്തി താഴെയിട്. എടി മുത്തശ്ശിക്ക് പേടിയാവുന്നടി. സുകുമാരിയുടെയോ പ്രിയങ്കയുടെയോ നേരെ നിന്റെ കൈ പൊങ്ങിയ പിടിച്ചു കൊണ്ടുപോയി അകത്തിട് ഞാൻ. പിന്നെ ജയിലിടിഞ്ഞു വീണാലും നീ വെളിച്ചം കാണില്ല, കേട്ടടാ. എന്താടാ നിന്റെ ചങ്കുറ്റം തീർന്നോ? കൊല്ലാനെ ഇറങ്ങിയതല്ലേ, കൊല്ലടാ. ഇവരെ ഞാനെന്താ വരുണല്ല, ഞാനാ നിങ്ങളെ കൊല്ലാൻ പോകുന്നെ. നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. എന്നെ ദ്രോഹിച്ചില്ലാതാക്കാൻ വേണ്ടിയല്ലേ ഈ വേഷമൊക്കെ കിട്ടുന്ന? ആ ചിന്ത മുഴുവൻ വരുന്നത് നിങ്ങളുടെ ഈ തലേന്നല്ലേ. ഇതങ്ങ് വെട്ടിയോ തീർന്നല്ലോ പ്രശ്നം. ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവാ, വരുൺ. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവ്. വരുണിനെ ഇനി ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നിങ്ങൾ ഞാനങ്ങ് കൊല്ലും. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിശേഷിപ്പിക്കാറുള്ള സ്ഥലമുണ്ടല്ലോ, ജയില്. അവിടെ പോയി ഞാൻ കിടന്നോളാം. ജയിലിൽ ഞാൻ ചിലപ്പോ കുറ്റവാളിയായിരിക്കും, പക്ഷേ നിങ്ങളെ അറിയുന്ന ഒരാളുടെ മുന്നിലും നിങ്ങളെ കൊന്നത് കുറ്റമല്ല. പത്ത് പ്രാവശ്യം ചാവാനുള്ള ദുഷ്ടതയുണ്ട് നിങ്ങളുടെ ഉള്ളില്. എന്താ മുത്തശ്ശി, ഇതൊന്ന് കഴുത്തിലൂടെ കേട്ടി തരട്ടെ ഞാൻ. അയ്യോ പൊന്നുമോളെ, കത്തി താഴെയിട്. എടി മുത്തശ്ശിക്ക് പേടിയാവുന്നടി. അപ്പൊ നിങ്ങക്ക് പേടിയുണ്ടല്ലേ? മുത്തശ്ശിയുടെ കഴുത്തിലെ ഈ നരമ്പുണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് തപ്പി നോക്കിക്കോ. എന്നെ ഇനി പരീക്ഷിച്ചാലുണ്ടല്ലോ, ഞാനിതങ്ങ് വെട്ടിക്കൊളേ. ഈ സാധനങ്ങളും എടുത്ത് അവളെയും വിളിച്ചോണ്ട് പോവാൻ നോക്ക. പോവാൻ. എടുക്കാൻ എഴുന്നേക്കടി അങ്ങോട്ട് വാ. കൊല്ലുമെന്ന് പറയുന്നവരുടെ മുമ്പില് വായും തുറന്നു വെച്ചിരിക്കാം. മോണിങ്ങോട്ട്.
എന്താ ഏട്ടത്തി? ഏട്ടത്തിക്ക് ഇനി വല്ല വെല്ലുവിളിയുണ്ടോ? ഇല്ല. പോ. എന്റെ മോളെ, പെണ്ണായാൽ ഈ പവറാ വേണ്ടത്. ഇവൻ കൈപൊക്കിയാലും തല്ലിയാലും അല്ലേ കുഴപ്പം? നിനക്ക് നിന്റെ മുത്തശ്ശിയെ അനുജത്തെയും എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അതിന് കേസ് വരുന്നത് വേറെയല്ലേ? എന്നാലും എന്റെ മോളെ, ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്റെ മോക്ക്? പിന്നെ എന്ത് ചെയ്യാനമ്മേ? അമ്മയുടെ മോനിക്കണ നിൽപ്പ് കണ്ടില്ലേ? ഈ മുഖമൊന്ന് വാടിയ കത്തിയെടുക്കാനല്ല, കൊല്ലാൻ പറഞ്ഞാലും ഞാൻ കൊല്ലും. അതൊക്കെ മതി. പോകാനുള്ളവരൊക്കെ പോയില്ലേ? അവളുടെ ഒരു ചടങ്ങ് മിക്കവാറും സുകുമാരിയുടെ അടക്കത്തിന്റെ ചടങ്ങ് ഈ കുടുംബത്തിൽ തന്നെ നടക്കും. വേണ്ടിവരും. ഹലോ സുകുമാരി മുത്തശ്ശി, സുഖമാണോ കണിമംഗലത്ത്? ഓ, എന്ത് സുഖമാടാ കൊച്ചനെ. അല്ല, എന്തു പറ്റി? ഞാൻ അറിഞ്ഞത് സുകുമാരി മുത്തശ്ശി അവിടെ ഉള്ളവരെ മുഴുവൻ ചവിട്ടി മെതിക്കുകയാണെന്നാണല്ലോ. ആ, ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നു. പക്ഷേ ഒന്നും അങ്ങോട്ട് പൂർത്തിയാകുന്നില്ല. ആ ജയഭാരതിന്റെ ആധികം കൂടെ ചേർന്നേ എല്ലാത്തിനും തടസ്സം നിൽക്കാടാ. ആ ജയഭാരതി മുത്തശ്ശി ആളല്പം പെശക. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു അനോ. ഹാ, രാധിക എന്താ മോശമാണോ? ദേ, ഇപ്പൊ തന്നെ എന്റെ കഴുത്തിൽ കത്തി വെച്ച് അവളൊരു പ്രകടനം നടത്തി. യോ, എന്റെ മോനെ, എന്റെ ജീവനൊന്ന് വിറച്ചു കേട്ടോ. എന്താ മുത്തശ്ശി ഇത്? ഞാൻ മുത്തശ്ശിയെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ കരുതിയത്. പ്രിയങ്കയും കൂട്ടി നിങ്ങളെ അങ്ങോട്ട് അയക്കുമ്പോ എത്രയും പെട്ടെന്ന് രാധികയെ നിങ്ങൾ കണിമംഗലത്ത് നിന്ന് പുറത്താക്കുന്നു, പ്രിയങ്ക വരുണിന്റെ ഭാര്യ ആകൂന്നാ ഞങ്ങളൊക്കെ കരുതിയത്. നടക്കണ്ടേടാ മോനെ. മുത്തശ്ശിക്ക് എന്ത് സഹായം ചെയ്യാനും അമ്മയും കൽപ്പനയും അവിടെയുണ്ട്. അവരെന്താ കൂടെ നിൽക്കുന്നില്ലേ? രണ്ട് പേട്ട് തടിച്ചുകൾ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ആ, അവറ്റകൾക്ക് നേരെ ചൊവ്വെ ഒന്നും പറയാനുള്ള ധൈര്യമില്ലടാ. അല്ലായിരുന്നെങ്കിലേ ഞാനിപ്പോ ഇവിടെയുള്ള സകലത്തിന്റെയും തലയരിഞ്ഞ് നിലത്തിട്ടേനെ. മുത്തശ്ശി, ഇതൊന്നും പറഞ്ഞ് തളർന്നു പോവല്ലേ മുത്തശ്ശി. ഉള്ള കാര്യം ഞാൻ പറയാലോ. എന്റെ ജീവിതത്തില് ഞാൻ കണ്ടിട്ടുള്ള മുത്തശ്ശിമാരില് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് സുകുമാരി മുത്തശ്ശിക്കാ.